നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. രൂപേഷേട്ടന് ഒരു മോളെ വേണമെന്നല്ലേ മോഹം? അത് തരാൻ കഴിയാത്തത് കൊണ്ടല്ലേ ഞാൻ ഒഴിഞ്ഞു പോയത്. ശ്രേയയുടെയും നിഖിലിന്റെയും കല്യാണം കഴിയുന്നത് വരെ അതുവരെയെങ്കിലും എന്നെ നിൽക്കാൻ അനുവദിച്ചല്ലോ. അത് തന്നെ ഭാഗ്യം. എല്ലാം എന്റെ തെറ്റാ. ജെസ്സി ഡോക്ടർ എന്നോട് എല്ലാം പറഞ്ഞു. എന്ത് പറഞ്ഞെന്നാ? ദർശനയ്ക്ക് ഒരു കുഴപ്പമില്ല. ഡോക്ടറുടെ മോളെ വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത് പവ്യങ്ങൾ ചെയ്യിപ്പിച്ചാണെന്ന്. നോക്ക്, എത്ര വലിയ ദുഷ്ടനെയാ. അമ്മ അനിയനെയാ ചക്കരയാന്നൊക്കെ പറഞ്ഞ് കൂടെ നിർത്തിയിരുന്ന. എന്നിട്ടോ വേറൊരു ഡോക്ടറെ കൊണ്ട് എന്നോട് നുണ പറഞ്ഞ് എന്നെ നിന്നെ തമ്മിൽ അകറ്റാൻ വരെ നോക്കി. എന്നെ പറഞ്ഞാൽ മതിയല്ലോ. പവ്യങ്ങളിനെ പോലൊരാള് പറഞ്ഞത് കേട്ട് വിശ്വസിച്ച് നിന്നോട് അങ്ങനെ പെരുമാറിയ ഞാനല്ലേ മഹാപാപം ചെയ്ത്? നിന്നെ പോലൊരു ഭാര്യ, എന്റെ എല്ലാ ഐശ്വര്യത്തിനും കാരണക്കാരിയായ നിന്നെ തള്ളി പറഞ്ഞു ഞാൻ. ഈ മുറിന്ന് പോലും അപ്പച്ചിയും അമ്മയും എല്ലാരും മാറി മാറി പറഞ്ഞിട്ടും ഞാൻ കൂട്ടാക്കിയില്ല. നിന്നെ പിടിച്ചു തള്ളി നിന്റെ തല പൊട്ടി. എത്ര കരഞ്ഞിട്ടും നിലവിളിച്ചിട്ടും ഞാൻ തിരിഞ്ഞു നോക്കിയില്ല. പവ്യങ്ങളല്ല, ഞാനാ ദുഷ്ടൻ, പരമദുഷ്ടൻ. സാരമില്ല രൂപേഷേട്ടാ, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞില്ലേ. എന്റെ ഭാഗത്തും തെറ്റുകളുണ്ട്. രൂപേഷേട്ടനുമായി വേർപിരിയാൻ വക്കീലിനെ കണ്ട് ഞാൻ ഡൈവേഴ്സിന് കൊടുപ്പിച്ചില്ലേ. സത്യത്തിൽ രൂപേഷേട്ടന് നല്ലൊരു ജീവിതം നഷ്ടമാവരുതെന്നേ ഞാൻ കരുതിയുള്ളൂ. ഞാനിവിടെ നിൽക്കുന്നിടത്തോളം കാലം മരുവത്തൂരിലെ പ്രശ്നങ്ങൾ ഒരു കാലത്തും അവസാനിക്കില്ല. ആ ഗിരിജ മേഡവും പവിത്രൻ സാറും എന്നെ കാരണം അമ്മയെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കും. സ്വത്തും പണവും മാത്രമല്ല, അവർക്ക് അമ്മയുടെ ജീവൻ കൂടി വേണം. ആ ഒരൊറ്റ കാരണം കൊണ്ടാ ഞാനിവിടെ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചത്. അതെന്താ? ആ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചില്ലേ? പവ്യങ്ങളും ഗിരിജാന്റിയും ഇവിടുന്ന് പോയില്ലേ? എവിടെ പോവാൻ? അവരൊരിക്കലും ഈ മരുവത്തൂര് വിട്ടു പോവില്ല.